ഹലോ ഫ്രണ്ട്സ്, തനി നാടൻ അരിപ്പുട്ടാണ് അവിടെ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പൊ ഇതുപോലെ വീഡിയോസ് ചാനൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ബലപ്പെട്ട എനേബിൾ ചെയ്യുക. നമുക്ക് അല്പം ഉപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൃത്യമായിട്ട് പറയുന്നെങ്കിൽ ഒരു സ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മാത്രം മതി. ഉപ്പിന്റെ അളവ് കൂടി പോട്ടെ. പിന്നെ നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ. അത് കുഴപ്പമില്ല. അത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു കിടിലം പുട്ടാണ്, അടിപൊളിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. രാവിലെയൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ചൂടുവെള്ളം മസ്റ്റായിട്ട് വേണം കേട്ടോ. ചൂടുവെള്ളം എടുക്കാം, ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെള്ളം അതിനൊക്കെ എല്ലാവരും മിക്സ് ആവുക. അതിനൊക്കെ അരിപ്പൊടിയാണ്, അരിമാവാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിമാവ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണ് പുട്ട് ചെയ്യേണ്ടത് അത്രയും ഒരു ക്വാണ്ടിറ്റി അരിമാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഏകദേശം ഒരു 2-3 കുറ്റി വേണം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിന് കാണിക്കുന്നതാണ് എന്റെ മിസ്സിങ് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് വെള്ളമാണ്, ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അത് ആവശ്യത്തിന് മാത്രം മതി. പുട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് സെറ്റായി വരാനുണ്ട്. ഒരു 10 മിനിറ്റ് എടുക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടിപൊളിയാണ്, കിടിലമാണ്. അപ്പൊ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതൊന്ന് കഴിഞ്ഞു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയിൽ നമുക്ക് ചെറുതായി ഒന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. പുട്ട് പൊടിഞ്ഞു പോകാതിരിക്കാനും അതിനൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അതായത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വലുതായിട്ടൊന്നും അടിക്കണ്ട, ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിട്ട് നമുക്ക് തിരിച്ച് നമുക്കൊന്ന് കൈവച്ചിന് അവിടെയിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ജാറിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിക്കാം കേട്ടോ. അപ്പൊ മിക്സി നമുക്ക് ഒരു റൗണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് മിക്സി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിക്കുക, ഇറക്കാം. സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളെ പൊടി കേട്ടോ റെഡിയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസിനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അതിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അവിടെ കൊടുക്കുക കേട്ടോ. സെറ്റാക്കി എടുക്കുക. അവിടെ നമ്മളെ ജാറ് കാലിയുണ്ടോ. അപ്പൊ എല്ലാം ഇങ്ങനെ നീക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആവശ്യം തേങ്ങയാണ്. തേങ്ങ നമുക്ക് കുറച്ച് കേട്ടോ. അതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക. കുറച്ച് തേങ്ങ മാത്രം ഒന്ന് ശരിക്കും എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്ത് തീ കത്തിക്കാം. നമ്മളെ കുടം എന്താ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് അനന്ന് കിടക്കട്ടെ, ചൂടായി കിടക്കട്ടെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി അടുത്തായിട്ട് നമുക്ക് കുറ്റിയാണ്. അപ്പൊ കുറ്റി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് തേങ്ങ ഇട്ടിട്ട് നമുക്ക് അടുത്തിട്ട് മാവ് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മാവിടേക്ക് തേങ്ങ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ചിലർക്ക് തേങ്ങ ഏറ്റവും ടോപ്പിൽ മാത്രം മതിയായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചാനലിലേക്ക് ഒന്ന് വരുന്ന ചാനൽ ഒരുപാട് വീഡിയോസ് കിടപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് ഒന്ന് വരിക കേട്ടോ. അപ്പൊ നമുക്ക് തേങ്ങ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അരിപ്പൊട്ടാണ്, വെള്ളപ്പൊട്ടാണ്. ഇത് കണക്ക് തന്നെയാണ് എല്ലാ പുട്ടിന്റെ പരിപാടി കേട്ടോ. സെയിം തന്നെയാണ്, മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. പുട്ടിന്റെ കളർ മാത്രം മാറും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് മാവൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങ ഒന്ന് ഫില്ല് ചെയ്ത ശേഷം നമുക്ക് ഇത് കുടത്തിലേക്ക് വെക്കാം കേട്ടോ. അപ്പൊ തേങ്ങയാണ് ഏറ്റവും ടോപ്പിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ തേങ്ങ കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അടച്ചിട്ട് നമുക്ക് ആ കുടത്തിലേക്ക് കയറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആണ് കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് കുടത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. ആവി വന്നാലും ഇറക്കണ്ട കേട്ടോ. 2-3 മിനിറ്റ് ആവി എല്ലാവരും കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് ഇറക്കിയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കാം. ഇറക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അടിപൊളി ഒരു ഐറ്റമാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അതേ കണക്കിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ എനേബിൾ ചെയ്യുക. നമ്മളെ പുട്ടുക ഇങ്ങനെ കിടിലമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അടിപൊളി ഒരു പുട്ടാണ്, കിടിലമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സിലൂടെ കാര്യങ്ങൾ അറിയിക്കാം കേട്ടോ. അപ്പൊ ദേ വരുന്നുണ്ട് കിടിലം അടുത്തൊരു വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.